ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ സച്ചിയോട് ആ വീട്ടിൽ അല്പമെങ്കിലും സ്നേഹം കാണിച്ചിരുന്നത് നമ്മുടെ രവീന്ദ്രനാണ്. ആ രവീന്ദ്രൻ പോലും സച്ചിയെ തള്ളിപ്പറയുന്ന ഒരു എപ്പിസോഡ് താമസിയാതെ തന്നെ ചെമ്പനീർ പൂവിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ, ആൻ്റണിക്ക് നമ്മുടെ സച്ചിയോടുള്ള ദേഷ്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആൻ്റണിയെ നല്ല ഇടിയായിരുന്നു സച്ചി അന്ന് ശരത്തിൻ്റെ പ്രശ്നത്തിൽ ഇടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ആൻ്റണി സച്ചിയോട് പക വീട്ടാനൊക്കെ നോക്കുന്നുണ്ട്. പൂമാലയുടെ വണ്ടിയൊക്കെ മോഷ്ടിക്കും. പക്ഷെ സച്ചി ആദ്യം വിദഗ്ധമായിട്ട് തന്നെ ആ വണ്ടിയെ ഫോളോ ചെയ്ത് മാല എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആൻ്റണിയുടെ പ്ലാനിങ് അന്ന് നടന്നില്ല. വീണ്ടും രേവതി ഓഫീസിൽ കയറി ആൻ്റണിയെ ഭീഷണിപ്പെടുത്തിയോ എന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആൻ്റണിക്ക് രേവതിയോടുള്ള ദേഷ്യവും സച്ചിയോടുള്ള ദേഷ്യവും അതുപോലെ തന്നെ കൂടുവാണ്. അപ്പോൾ ഒരവസരം കിട്ടാൻ കാത്തു നിൽക്കുമായിരുന്നു നമ്മുടെ ആൻ്റണി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൻ്റണിയുടെ കൺമുന്നിൽ ഒരു അവസരം വന്ന് വീഴുന്നത്. അത് വേറൊന്നുമല്ല, നമ്മുടെ പൂമാല കോഡർ കൊടുത്ത ആ നേതാവ് ഉണ്ടല്ലോ. നേതാവ് ഒരു ദിവസം സെക്കൻഡ് ഹാൻഡ് കാറിന് വേണ്ടി സച്ചിയെ വിളിക്കുവാണ്. സച്ചിക്ക് കാറിനെ പറ്റി നല്ല ഐഡിയകളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് സച്ചിയെ വിളിച്ചിട്ട് ഇവരൊരു കാർ ഷോറൂമിൽ പോകുവാണ്. വേറൊരാളെ മേടിച്ചു വെച്ച കാറ് ഈ നേതാവിന് ഇഷ്ടപ്പെടുകയും അത് പക്ഷേ സച്ചിയുടെ വാക്സാമർത്ഥ്യം മൂലം സച്ചി ആ കാർ മേടിക്കുകയും ചെയ്യുവാണ്. കണ്ടാൽ നല്ല പുതുപുത്തൻ കാറ് പോലെ തന്നെ തോന്നിക്കും. അപ്പോൾ നേതാവിന് ഇത് കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാവും. സച്ചിയെ വിളിച്ചത് നല്ല കാര്യമായി. വാട സച്ചി, നമുക്ക് പോയി ഓരോ പെഗ് അടിക്കാം എന്ന് പറഞ്ഞ് സച്ചിയും കൂട്ടി നേരെ ബാറിൽ പോകുവാണ്. എന്നിട്ട് സച്ചിയും വിളിച്ച് അകത്ത് പോകാൻ പോകുമ്പോൾ സച്ചി പറയും, സാറേ ഞാൻ ഡ്യൂട്ടി ടൈമാണ്, മദ്യമൊന്നും കുടിക്കത്തില്ല, നിങ്ങൾ അകത്ത് പോയി കുടിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാറ് പറയുന്നുണ്ട്, എന്ത് ഡ്യൂട്ടി ടൈം, വന്ന് കുടിക്കടാ, ഞങ്ങളല്ലേ വിളിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, ഇല്ല സാറേ, പ്രത്യേകിച്ച് ഇതെൻ്റെ ഭാര്യ മേടിച്ചു തന്ന വണ്ടിയാണ്, ഞാൻ ഡ്യൂട്ടി ടൈമിൽ കുടിക്കത്തില്ല സാറേ എന്ന് പറയുമ്പോഴേക്കും, കുടിക്കാത്ത ഒരാളെ ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നേതാവും കൂട്ടുകാരും കൂടി അകത്ത് പോയി ആഘോഷിക്കാൻ വേണ്ടി പോകുവാണ്. അപ്പോൾ ബാറിൻ്റെ അകത്ത് നമ്മുടെ ആൻ്റണിയും കൂട്ടുകാരും ഉണ്ടാവേ. സച്ചി ബാറിൻ്റെ പുറത്താണ് വെയിറ്റ് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും സച്ചി സ്ഥിരം ട്രിപ്പ് പോകുന്ന ഒരു കസ്റ്റമർ വിളിക്കുവാണ് സച്ചിയെ, എളുപ്പം വരണം, ഞങ്ങൾക്കൊരു ട്രിപ്പ് പോകണമെന്ന് പറയുമ്പോൾ സച്ചി പറയും, ഇപ്പം ഞാനൊരാളെയും കൊണ്ട് വന്നിരിക്കുവാണ്, 10 മിനിറ്റിനുള്ളിൽ എത്താമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ നേതാവൊക്കെ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടും ബാറിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നില്ല. അപ്പോൾ സച്ചി അകത്ത് കയറി അന്വേഷിക്കാൻ പോകുമ്പോഴേക്കും ആൻ്റണിയുടെ വിചാരം സച്ചി അവിടെ മദ്യപിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആൻ്റണിയുടെ ഫ്രണ്ട്സിൽ ഒരാളെ സച്ചിയുടെ അടുത്തോട്ട് വിട്ടിട്ട് സച്ചിയും അവരും എന്താ സംസാരിക്കുന്നതെന്ന് നോക്കാൻ പറയും. അപ്പോഴേക്കും നേതാവ് പറയും, എടാ സച്ചി, നീ വരുമെന്ന് എനിക്കറിയായിരുന്നു, വാടാ ഇരിക്ക് കുടിക്കുന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി വീണ്ടും പറയും, ഇല്ല സാറേ ഞാൻ കുടിക്കത്തില്ല, എനിക്കൊരു ട്രിപ്പ് വന്നിട്ടുണ്ട്, 10 മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് പോകണം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ നേതാവ് പറയുന്നുണ്ട്, ആണോ, എന്നാൽ ശരി, നീ ഇതൊന്ന് പറഞ്ഞാൽ പൊട്ടിച്ചൊടിച്ച് തന്നിട്ട് പോകുമെന്ന് പറയുകയാണ് സച്ചിയോട്. അപ്പോൾ ഈ വിവരം നമ്മുടെ കൂട്ടുകാരൻ ആൻ്റണിയോട് പോയി പറയുന്നുണ്ട്, സാറേ അവൻ കുടിക്കാനൊന്നും വന്നതല്ല, അവർ തമ്മിൽ വേറെന്തോ കാര്യം പറയുക, ഡ്യൂട്ടി ടൈമിൽ അവൻ കുടിക്കുന്നില്ലെന്നൊക്കെയാണ് അവൻ പറയുന്നതെന്ന് പറയുമ്പോൾ, അവൻ കുടിക്കണ്ട, അവൻ കുടിക്കുന്ന പോലെ ഒരു വീഡിയോ ഞാനിപ്പോൾ എടുക്കും എന്ന് പറഞ്ഞിട്ട് ആൻ്റണി മൊബൈൽ എടുത്തിട്ട് സച്ചിയുടെ ഓരോ സീനും അവിടെ നിന്ന് വീഡിയോ എടുക്കുവാണ്. സച്ചി കണ്ടിട്ടില്ല കേട്ടോ, ആൻ്റണിയും കണ്ടിട്ടില്ല, ആൻ്റണി വീഡിയോ എടുക്കുന്നതും കണ്ടിട്ടില്ല. അപ്പോൾ സച്ചി ഇങ്ങനെ കുപ്പി പൊട്ടിക്കുന്നതും ഗ്ലാസ്സിൽ ഒഴിക്കുന്നതും മിച്ചർ തിന്നുന്നതും ഒക്കെ ആൻ്റണി വീഡിയോ ആയിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ കൂട്ടുകാരനോട് പറയുന്നുണ്ട്, എടാ നീ ഇത് എത്രയും പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് സച്ചി നല്ല കുടിച്ച് നിൽക്കുന്ന ഒരു കോലത്തിലാക്കി എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം. അതോടെ സച്ചിയുടെ ജോലി, സച്ചിയുടെ വരുമാന മാർഗം എല്ലാം നിൽക്കുന്നതാണ്. എനിക്ക് പക വീട്ടാൻ കിട്ടിയ അവസരം ദൈവം എൻ്റെ കൺമുമ്പിൽ തന്നിരിക്കുവാണ്. നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്തിട്ട് സച്ചിയെ നല്ലൊരു മദ്യപാനിയാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ട്. അപ്പോൾ അയാൾ സമ്മതിച്ചു ചേട്ടൻ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ സച്ചി ബാറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും കുടിച്ച് ലക്കുകെട്ട ഒരാളുടെ മേത്തൊക്കെ ഇടിച്ച് അവിടെ ഒരു പ്രശ്നമൊക്കെ ആവുന്നുണ്ട്. അപ്പോൾ ആൻ്റണി ഇതും വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൂടി അപ്ലോഡ് ചെയ്തിട്ട് സച്ചി കുടിച്ചിട്ട് അയാളെ തല്ലി പിടിക്കുന്നതായിട്ടൊരു സീനൊക്കെ ഉണ്ടാക്കും. ബാറിലിരുന്ന് മദ്യപിക്കുന്ന പോലൊരു സീനൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് കാർ എടുത്ത് ട്രിപ്പ് പോകുന്ന ആ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുവാണ്. ഇതാണെങ്കിൽ യൂട്യൂബിലിടുമ്പോഴേക്കും ട്രെൻഡിങ്ങിൽ നമ്പർ 1 വരുവേ. എല്ലാവരും ഈ വീഡിയോ കാണുവാണ്. എല്ലാവരും മോശം കമൻസ് സച്ചിയുടെ വീഡിയോക്ക് താഴെ ഇടുവാണ്. ഇവനെപ്പോലുള്ളവരാണ് ഈ നാടിൻ്റെ ശാപം, ഇവൻ്റെ കയ്യിൽ ഇവൻ്റെ ലൈസൻസ് റദ്ദാക്കണം, ഇവൻ്റെ വണ്ടി കയറുന്നവരുടെ ഗതികേടാണ്, ഇവൻ്റെ മുഖം ഓർത്ത് വെച്ച് ഒരാൾ പോലും ഇവൻ്റെ കാറിൽ ഇനി കയറരുതെന്ന് പറഞ്ഞിട്ടുള്ള നിരവധി കമൻറ്റുകളാണ് വരുന്നത്. ശരത്ത് ഇത് കാണുന്നതും രേവതിയെ കൊണ്ടുപോയി കാണിക്കുന്നുണ്ട്. രേവതി ആ വീഡിയോ വിശ്വസിക്കും. സച്ചിയേട്ടൻ ഒന്നാണ്ട് കുടിക്കുന്ന ആളാണല്ലോ, കുടിച്ചിട്ട് വണ്ടി ഓടിക്കുകയെന്ന് രേവതി വിശ്വസിക്കും. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടൻ കുടിയനാണെന്നല്ലേ ചേച്ചി പറയുന്നത്, ചേച്ചിയുടെ ഭർത്താവ് എന്തൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് അവിടെ സ്കോർ ചെയ്യുവാണ് കേട്ടോ.
എഡിറ്റിംഗ് ആണെന്ന് രേവതിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അത് ഒറിജിനൽ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. സുധിയാണെങ്കിലോ വീട്ടിൽ പോയി ടി വിയിൽ എല്ലാവരെയും ഹാളിൽ വിളിച്ചെടുത്തിട്ട് ടി വിയിൽ പ്ലേ ചെയ്ത് കാണിക്കുവാണ് ഈ വീഡിയോ. വീഡിയോ കാണുന്നതും രവീന്ദ്രന് ഭയങ്കര വിഷമാവുകയും, കാരണം രവീന്ദ്രൻ സച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിരുന്നല്ലോ. ആ സച്ചി ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ താഴെ വന്ന കമൻസ് ഒക്കെ വർഷ വായിച്ച് കേൾപ്പിക്കുമ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ്റെ നെഞ്ച് പിടയുവാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കിനി ഇങ്ങനത്തെ ഒരു മോനില്ല, ഈ സച്ചി എന്തൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ചന്ദ്രയും പറയുന്നുണ്ട്, ഇവൻ കാരണം മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ, ഇനി എല്ലാവർക്കും വീട് ലോക്ക് ചെയ്ത് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാം, ആളുകളൊക്കെ അവനെ തിരിച്ചറിഞ്ഞു, ഇനി എല്ലാവരും ചോദ്യങ്ങളായിട്ട് വരും, ആകെ നാണക്കേടായെന്നൊക്കെ ചന്ദ്രയും പറയുവാണ്. ശ്രുതിയും അതിന് മോപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ പാർക്കിൽ കിടന്നുറങ്ങിയതിന് എന്തായിരുന്നു ഇപ്പം അവൻ കാണിക്കുന്നത് കണ്ടില്ലേ, സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആണ് അവൻ എന്നൊക്കെ പറയുവാണ്. സച്ചി ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. സച്ചി ഒരാളെ ട്രിപ്പ് കൊണ്ടുപോവുകയാണല്ലോ, അയാൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും നിർത്തരോ തൻ്റെ വണ്ടി എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. കാര്യം ചോദിച്ചിട്ട് അയാളും പറയുന്നില്ല. ലാസ്റ്റ് നമ്മുടെ മധുസൂദനൻ ട്രാഫിക് പോലീസിനെ വിളിച്ച് കംപ്ലൈൻറ്റ് കൊടുക്കുവാണ്. ഇങ്ങനെ ഒരാളുടെ വണ്ടി കാണുമ്പോൾ പിടിക്കണം, അയാൾ ഭയങ്കര ഉപദ്രവകാരിയാണ്, മദ്യപിച്ചാണ് വണ്ടി ഓടിക്കുന്നത്, അയാളുടെ ലൈസൻസ് ഒക്കെ റദ്ദ് ചെയ്യണമെന്നൊക്കെ മധുസൂദനൻ പറയുവാണ്. അപ്പോൾ ട്രാഫിക് പോലീസ് സച്ചിയുടെ വണ്ടി കാണുമ്പോഴേക്കും കൈ കാണിച്ച് പിടിച്ച് നിർത്തി സച്ചിയെ വലിച്ചിറക്കി, എടുക്കടാ നിൻ്റെ ലൈസൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയെ വണ്ടിയേക്കും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവാണ്. സച്ചി അപ്പോഴും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. സച്ചി ചോദിക്കുന്നുണ്ട്, എന്തിനാ സാറേ എന്നിങ്ങനെ കൊണ്ടുപോകുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്ത് തെറ്റ് ചെയ്തു എന്നോ, നീ ചെയ്ത തെറ്റൊക്കെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഭരിക്കുകയെന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. പാവം സച്ചി വീഡിയോ കാണുന്നതും ഞെട്ടുവേ. സച്ചി സത്യങ്ങൾ പറഞ്ഞിട്ടൊന്നും ആരും വിശ്വസിക്കുന്നില്ല. അവസാനം വണ്ടി അവർ പിടിച്ചു വെക്കും, സച്ചിയെ പറഞ്ഞു വിടും. വീട്ടിൽ പോകുമ്പോഴേക്കും രവീന്ദ്രനും രേവതിയൊക്കെ അങ്ങനെ കരഞ്ഞ് ദേഷ്യപ്പെട്ട് നിൽക്കുവാണേ. സച്ചി പറയുന്നുണ്ട്, അച്ഛാ അത് കള്ള വീഡിയോ ആണ് അച്ഛാ, ഞാൻ അങ്ങനെ കുടിക്കത്തില്ല, രേവതി തന്ന വണ്ടിയിൽ ഞാൻ കുടിച്ച് കയറില്ല അച്ഛാ എന്നൊക്കെ പറയുമ്പോഴൊന്നും ഇവരൊന്നും വിശ്വസിക്കത്തില്ല. കാരണം അത് നല്ല ഒറിജിനൽ വീഡിയോ പോലെയല്ല ഇരിക്കുന്നത്. സച്ചി പാവം പൊട്ടിക്കരയുവാണ്. രേവതിയും തന്നെ സ്നേഹിക്കുന്ന അച്ഛൻ പോലും താൻ പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ലല്ലോ എന്നോർത്ത് ചങ്ക് പൊട്ടിപ്പോവാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ പോലൊരു മോൻ എനിക്കില്ല, ഇറങ്ങിപ്പോടാ, നീ കാരണം ഈ കുടുംബത്തിൽ നാണക്കേടേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സച്ചിയെ ഒന്നുകൂടെ വിഷമിപ്പിക്കുവാണ്. രേവതിയും അതുപോലെ തന്നെ. രേവതിയും പറയും, സച്ചിയേട്ടൻ ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങളൊന്നും ഓർത്തിട്ടില്ല എന്ന് പറയുമ്പോഴും സച്ചി തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇവരാരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ സച്ചിയെ വീട്ടിൽ നിന്ന് രവീന്ദ്രൻ പുറത്താക്കുവാണ്. പാവം സച്ചി കേട്ടോ, വീടിൻ്റെ പുറത്ത് ഇങ്ങനെ തേരാ പേരാ അലഞ്ഞ് നടക്കുവാണ്. ഇത് കണ്ട് നമ്മുടെ ആൻ്റണിയും മധുസൂദനനും ഒക്കെ സന്തോഷിക്കുവാണ്. കാരണം സച്ചിയുടെ വരുമാനമാർഗം പോയി, സച്ചിയുടെ വീട് പോയി, സച്ചിയുടെ വീട്ടുകാർ പോയി, എല്ലാവരും സച്ചിയെ തള്ളി പറഞ്ഞിരിക്കുമായിരുന്നു. ഏതായാലും പ്രതികാരം വീട്ടിയ സന്തോഷത്തിലാണ് നമ്മുടെ ആൻ്റണി. സച്ചി ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിച്ചിരിക്കുവാണ്. കാരണം അത് കള്ള വീഡിയോ ആണെന്ന് അറിയാവുന്നത് സച്ചിക്ക് മാത്രമാണ്. അത് തെളിയിക്കണത് എങ്ങനെയാണെന്ന് സച്ചിക്ക് അറിയാനും പാടില്ല. പാവം സച്ചി എന്തായാലും ഒരു മാർഗം സച്ചി കണ്ടെത്തുമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിലെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.